മലയാളിയുടെ മുഖം നോക്കുന്ന സംവാദ നേരത്തിലേക്ക്, സെൽഫിയിലേക്ക് ഏവർക്കും സ്വാഗതം. മാധവിക്കുട്ടിയുടെ ജീവിതത്തെ ആസ്പദമാക്കി കമൽ സംവിധാനം ചെയ്യുന്ന ചിത്രം ആമി ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ വിവാദ വിഷയമായിരിക്കുന്നു. ആരാണിവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മുകളിൽ തടയിടുന്നത്? മതമോ, രാഷ്ട്രീയമോ, അതോ ഫാഷിസ്റ്റ് ചിന്താഗതികളോ? നമുക്ക് പരിശോധിക്കാം. സെൽഫിയിലേക്ക് വീണ്ടും സ്വാഗതം. ആമിയും ആവിഷ്കാരവും, അതാണ് ഇന്ന് സെൽഫി ചർച്ച ചെയ്യാൻ പോകുന്നത്. ചർച്ചയ്ക്കായി ഇന്നെത്തിയിരിക്കുന്ന അതിഥികൾ ശ്രീ വിനോദ് വൈശാഖി, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി, മലയാളികൾക്ക് പ്രിയങ്കരനായ കവി ശ്രീ ഏഴാച്ചേരി രാമചന്ദ്രൻ, ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപ്, MLA VT ബൽറാം, ബ്രഹ്മചാരി ഭാർഗവറാം, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹിന്ദു ഐക്യവേദി, ശ്രീ പെരിങ്ങമല അജി, ശിവസേന ജില്ലാ പ്രസിഡന്റ്, ശ്രീമതി ധന്യാരാമൻ, സാമൂഹ്യ പ്രവർത്തക, ദളിത് നേതാവ്. ചർച്ച തുടങ്ങുന്നതിന് മുൻപ് സംവിധായകൻ കമലിന് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. പുതിയ നായികയുമായിട്ട് ഞാൻ ആ സിനിമ തുടങ്ങാൻ പോവുകയാണ്. മഞ്ജു വാര്യരാണ് ആമിയായിട്ട് വരുന്നത്. മാർച്ച് 20ന് ശേഷം ഷൂട്ട് തുടങ്ങാനുള്ള പരിപാടികളാണ്. പിന്നെ ആസിറ്റീസ് ബാക്കി എല്ലാ കാര്യങ്ങളും പഴയ പോലെ തന്നെയാണ്. ഈ പറഞ്ഞ കാര്യം എന്തെങ്കിലും ബാഹ്യമായിട്ടുള്ളൊരു ത്രെട്ട് അവർക്ക് ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റു രീതിയിലൊരു സാംസ്കാരിക ഭീഷണി നിലനിൽക്കുന്നുണ്ടല്ലോ കലാകാരന്മാർക്കൊക്കെ എതിരായിട്ട്. അപ്പോൾ അതുപോലെ മാധവിക്കുട്ടിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. മാധവിക്കുട്ടി കമലാസുരയായപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളും അന്ന് ഉണ്ടായ ഇഷ്യൂസും എല്ലാം നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ എന്തെങ്കിലും ഒരു ഭീഷണി അവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏഴാശ്ശേരി സാറിൽ നിന്ന് തുടങ്ങാം. സർ, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം അത് കലയുമായി എത്ര കൊണ്ട് എഴുചേർന്ന് നിൽക്കുന്നു? ആവിഷ്കാര സ്വാതന്ത്ര്യം വല്ലാത്ത ഒരു ധർമ്മസങ്കടത്തിൽ പെട്ടിരിക്കുന്ന ഒരു കാലമാണ് ഇന്ത്യയിൽ. ഭാരതത്തിൻ്റെ പൂർവ്വകാല പാരമ്പര്യവും സംസ്കാരവും സവിശേഷതകളും ഒക്കെ പരിഗണിച്ചാൽ അങ്ങനെയായിരുന്നില്ല. ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വളരെ വലിയ ഒരു എഴുത്തുകാരൻ കൂടി. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ച ഒരു വാചകം ഉപനിഷത്തിൽ നിന്നാണ്. എത്ര വിശ്വം ഭവത്യേകനേടം, ത്തിലുള്ള പക്ഷികൾക്കും ചേക്കേറുവാനുള്ള ഒരു കൂടാവണമേ ലോകം, അതാവണം ഭാരതം. ഈ ചിന്ത ആവിഷ്കാര സ്വാതന്ത്ര്യം പുതിയ കാലഘട്ടത്തിൽ അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യത്തിന് നേരെ ഒരുപാട് വെല്ലുവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നേരായ ഒരു രീതിയല്ല. സാംസ്കാരിക രംഗത്തെ ഏറ്റവും നീചമായ ഫാസിസത്തിൻ്റെ ആവിഷ്കാരം തന്നെ കടന്നുവരവാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഇതിനെതിരെ വളരെ ശക്തിയായി പ്രതികരിക്കുവാനുള്ള സാമൂഹ്യമായ ബാധ്യത ഒരു മതനിരപേക്ഷ ഭാരതത്തിലെ മുഴുവൻ പ്രജകൾക്കും ഉണ്ടാവേണ്ടതാണ്. ദീപാ മേത്തയ്ക്കെതിരെ, അതുപോലെയുള്ള പ്രമുഖ കലാകാരന്മാർക്കും കലാകാരികൾക്കും എതിരെ ഇതിനു മുമ്പും ഈ തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ നീചമാം വിധം ഉണ്ടായിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ സമയത്ത് തോന്നുന്നത്, ഇങ്ങനെയാണെങ്കിൽ ആയിരുന്നുവെങ്കിൽ പഴയകാലത്ത് എങ്ങനെയാണ് MT വാസുദേവൻ നായരെ പോലെ ഒരാൾ നിർമാല്യം പോലെയുള്ള ഒരു സിനിമ നിർമ്മിക്കുന്നത്? ഇന്നങ്ങനെ ഒരു സിനിമ നിർമ്മിക്കാൻ സാധ്യമാകുമോ? സാധ്യമായാൽ തന്നെയും അത് കളിക്കാൻ ഏതെങ്കിലും ഒരു തിയേറ്റർ ഉണ്ടാകുമോ? തിയേറ്റർ ഉണ്ടായാൽ അത് അഗ്നിക്കിരയാവാതെ സുരക്ഷിതമായിരിക്കുവാൻ കഴിയുമോ? ആ തരത്തിലുള്ള ഒരുപാട് പുതിയ വെല്ലുവിളികൾ ഉണരുന്നുണ്ട്. വാട്ടറും ഫയറുമെല്ലാം ഉണ്ടായപ്പോഴും ഇതേ തരത്തിൽ തന്നെ വളരെ വലിയ എതിരഭിപ്രായങ്ങൾ വ്യാപകമായി ഉണ്ടായി. അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ മതേതര സങ്കല്പം എന്ന് പറയുന്നത്, മതനിരപേക്ഷത എന്ന് പറയുന്ന മനോഹരമായ സങ്കല്പം, ഭാരതം ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക് എന്ന് പറയുന്ന വിശേഷണം അർത്ഥരഹിതമായി പോകും. അതല്ല ഭാരതത്തിൻ്റെ ഭരണഘടന അടക്കമുള്ളത് നിർമ്മിച്ചവർ, ഡോക്ടർ അംബേദ്കർ അടക്കമുള്ളവർ, ഭഗവത് സിംഗും കോട്ട്വാളും ജതിൻദാസും ഖുദിറാമും വിഷ്ണു ബംഗാളയും ഇവരെല്ലാവരും പോരാടി മരിച്ചത്, സ്വാതന്ത്ര്യത്തിൻ്റെ രക്തസാക്ഷികളായത് ഒരു മതനിരപേക്ഷമായ നല്ല ഭാരതം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴേ കമാലുദ്ദീൻ എന്നാണ് ബഹുമാനപ്പെട്ട ഈ ചലച്ചിത്ര സംവിധായകനായ കമാലിൻ്റെ പേര് എന്ന് ഞാൻ അറിയുന്നത് ഈ വളരെ അടുത്ത കാലത്താണ്. ഞാൻ കമൽ എന്ന് മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഇങ്ങനെയാണെന്നുള്ളത് ഗവേഷണം ചെയ്തെടുക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ, നല്ല ഒരുപാട് സിനിമകൾ കണ്ടപ്പോഴൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ
ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ഷേക്സ്പിയർ ചോദിച്ചത് ഓർത്തു പോവുകയാണ്. പേരിൽ പലതുമുണ്ട്, അതിൻ്റെ പിന്നാലെയുള്ള ഗവേഷണങ്ങളുണ്ട്. ജാതിയും മതവും തലനാരിഴ കീറി കൊണ്ടുപോകുന്ന ഒരു രാജ്യത്ത് നിശ്ചയമായും സന്മാർഗം കളിയാടുകൾ. ഇതല്ല ഹിന്ദുമതത്തിൻ്റെ പാരമ്പര്യം, ഇതല്ല ബൈബിളും ഖുറാനും നമ്മെ ഉപദേശിക്കുന്നതും. കമൽ സിനിമ എടുക്കുമ്പോൾ കമാലുദ്ദീൻ സിനിമ എടുക്കുമ്പോഴും രണ്ട് മാനദണ്ഡങ്ങൾ അതിന്റെ ആവശ്യമുണ്ടോ? ഒരിക്കലും ഉണ്ടാവേണ്ട യാതൊരു കാര്യവുമില്ലല്ലോ. കാരണം കമലായാലും കമാലുദ്ദീൻ ആയാലും അദ്ദേഹത്തിന്റെ സർഗവൈഭവത്തെ അതൊരിക്കലും ബാധിക്കുന്നില്ല, നമ്മളെയും അതൊരിക്കലും ബാധിക്കുന്നില്ല. അദ്ദേഹത്തെ നമ്മൾ അറിയുന്നതും അദ്ദേഹത്തെ നമ്മളെ ഇഷ്ടപ്പെടുന്നതും അദ്ദേഹത്തിന്റെ സൃഷ്ടികളിലൂടെയാണ്. അതിൽ അദ്ദേഹം പലതരത്തിലുള്ള പ്രമേയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്, എത്രയോ അധികം സിനിമകൾ എടുത്തിട്ടുണ്ട്. അതിൽ മതപശ്ചാത്തലം എടുത്തു നോക്കുകയാണെങ്കിൽ വിവിധ മതങ്ങളിൽപ്പെട്ട കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഏഴാച്ചേരി സർ പറഞ്ഞതുപോലെ ഈ സംവിധായകന്റെ മതം ഏത് എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമേ ആയിരുന്നില്ല, നമ്മുടെ ആരുടെയും മനസ്സുകളിലേക്ക് പോലും കടന്നു വന്നിട്ടില്ല. ഞാനും അദ്ദേഹത്തെ നിരവധി തവണ കണ്ടിട്ടുണ്ട്, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താ എന്നുള്ളത് നമ്മുടെ ഒന്നും കൺസേണേ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന പോലെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു അഭിപ്രായം ഒരു വ്യക്തി പറഞ്ഞാൽ ആ വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ മതം നോക്കി വിലയിരുത്തുകയും മതം നോക്കി ആ വ്യക്തിക്ക് മിണ്ടാൻ അവകാശമുണ്ടോ ഇല്ലയോ, ആ വ്യക്തിക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ള തരത്തിൽ വിധി എഴുതുന്ന ചില പ്രവണത സമീപകാലത്ത് ഉണ്ടാവുകയാണ്. യഥാർത്ഥത്തിൽ അത് ഇന്ത്യൻ പൗരത്വം മതത്തിന്റെ അടിസ്ഥാനത്തിൽ പുനർനിർവചിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ്. അത് ഇന്ന് രാജ്യം ഭരിക്കുന്ന ആളുകളുടെ തത്വശാസ്ത്രവുമായിട്ട് ചേർന്ന് പോകുന്നതാണ്. അവർ ഒരിക്കലും ഇന്ത്യയെ ഒരു മതേതര രാഷ്ട്രമായി കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വം എന്ന് പറയുന്ന വാക്കുപോലും എടുത്തു മാറ്റണം എന്ന് പറയുന്ന ആളുകളാണ്. അല്ല, കമൽ ഈ ഒരു മതത്തിൽ പെട്ടതുകൊണ്ട് മാത്രമാണോ, അതോ കമൽ ഇടതുപക്ഷ സഹയാത്രികനായതുകൊണ്ടാണോ, ശരിക്കും എന്തുകൊണ്ടാണ് ഇത്രയധികം ഒരു വിമർശിക്കപ്പെടുന്നത് എന്നല്ല ഞാൻ പറഞ്ഞല്ലോ. കമല് ഇന്ന് രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് അപ്രിയകരമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറയുന്നു. പല ഘട്ടങ്ങളിൽ കമൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഈ തരത്തിലുള്ള ഒരു വേട്ടയാടൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല. അദ്ദേഹത്തിന് മാത്രമല്ല ആർക്കും നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ സമീപകാലത്ത് ഉണ്ടായിരിക്കുന്ന കാര്യം, പ്രത്യേകിച്ചും കഴിഞ്ഞ 2-3 വർഷമായി സംഘപരിവാറിന്റെ കേന്ദ്രത്തിലെ അധികാരപ്രാപ്തിക്ക് ശേഷം ഇന്ത്യയുടെ ദേശീയതയെ തന്നെ മതാത്മകമായി പുനർനിർവചിക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അതാണ് ഞാൻ പറയുന്നത്. ഒരു മതേതര രാഷ്ട്രം എന്നതിൽ നിന്ന് മാറി ഒരു ഹിന്ദു രാഷ്ട്രം, ഒരു മതരാഷ്ട്രം എന്ന നിലയിലേക്ക് ഇന്ത്യൻ ദേശീയതയെ പരിവർത്തിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ഉൾപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ്, ആ ദേശീയതാ സങ്കല്പത്തിൽ നിന്ന് പുറത്തു പോകേണ്ടവർ ആരൊക്കെയാണ് എന്നുള്ള ഒരു ഇപ്പോൾ ഇങ്ങനെ ഒരു പോളറൈസേഷൻ സംഭവിക്കും. നമ്മുടെ നാട്ടിൽ തന്നെ സാറ് പറഞ്ഞ പോലെ ഇത്രയധികം സഹിഷ്ണുത ഉണ്ടായിരുന്ന ഭാരതമാണ്. അവിടെ ഇത്രയും കാലം കടന്നു പോകുന്തോറും ഇത് ആ ട്രെൻഡ് മാറി മാറി പോളറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മതങ്ങള്. അതാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി പ്രകടമായി പുറത്തേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ആളുകൾ ഹിന്ദു ഓട്ടോറിക്ഷയും മുസ്ലിം ചായക്കടയും ഒക്കെ പ്രത്യേകമായിട്ട് തേടിപ്പോകുന്ന കഥകൾ നമ്മൾ ഗുജറാത്ത് അടക്കമുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ആ ഒരു സാഹചര്യം ഇവിടേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നിൽക്കുമ്പോൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതിനെതിരെ അതിശക്തമായി മതേതര പക്ഷത്ത് നിലയുറപ്പിക്കുന്ന മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിലയിലാണ് കമലിനെതിരായിട്ടുള്ള ആക്രമണം, MTക്ക് എതിരായിട്ടുള്ള ആക്രമണം, അങ്ങനെ തങ്ങൾക്ക് ആരൊക്കെയാണോ എതിരഭിപ്രായം പറയുന്ന അവർക്കെതിരെ എല്ലാമുള്ള സംഘടിതമായ ആക്രമണം വരുമ്പോൾ അതിനെ ചെറുക്കുക, പ്രതിരോധിക്കുക, മതേതര പക്ഷത്ത് അതിശക്തമായി നിലയുറപ്പിക്കുക എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തിന്റെ ഒരു വലിയ ഉത്തരവാദിത്തമായി സമീപകാലത്ത് മാറിയിട്ടുണ്ട്. GS പ്രദീപ്, ഇപ്പൊ മാധവിക്കുട്ടിയുടെ ജീവിതകഥ ഒരു സിനിമയായി മാറുമ്പോൾ ഇത്രമാത്രം അതിനെതിരെ പ്രതിഷേധം ഉയരേണ്ട ഒരു കാരണം എന്താണ്? എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ആ പ്രത്യേക മതത്തിലുള്ളവർക്കുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ രാഷ്ട്രീയമായ എന്തെങ്കിലും വശങ്ങൾ അതിലുണ്ടോ? എന്താ തോന്നുന്നത്? ഇതിനകത്ത് മാധവിക്കുട്ടിയുടെ ജീവിതകഥ സിനിമയാക്കപ്പെടുന്നതിന് ഒരു വലിയ വിഷയമാകുന്നില്ല. മറിച്ച് ഈ ഫാസിസം എന്ന് പറയുന്നത് തന്നെ ദാർശനികവും ചരിത്രപരവുമായ ഒരു കാഴ്ചപ്പാട് കൂടി അതിലുണ്ടാകണം. ഇപ്പോൾ എഴുത്തോ നിന്റെ കഴുത്തോ ഏറെക്കൂർ ഏതിനോട് എന്ന ചെന്നായിക്കുര കേട്ട് സർഗാത്മകമായ ആത്മഹത്യ ചെയ്ത് പേരെ മടക്കി വയ്ക്കാൻ നിർബന്ധിതനായ പെരുമാൾ മുരുകനെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്ന ഭരണവ്യവസ്ഥിതികൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിലാണിത് സംഭവിക്കുന്നത് എന്ന് ബൽറാം പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇതിനുപരിയായി ഈ ഫാസിസം എന്നത് ലോക സാഹചര്യങ്ങളിൽ തന്നെ ഷേക്ക് ഹാൻഡ് നിരോധിച്ച ബെനിറ്റോ മുസോളിനിയിൽ തന്നെ, അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാരനായ ജെസ്സി ഓവൻസിന് വിജയത്തിൻ്റെ കപ്പ് കൊടുത്തപ്പോൾ ഹസ്തദാനം നടത്താൻ മടിച്ച ചെറിയ മനുഷ്യൻ്റെ ഹിറ്റ്ലറിൻ്റെ ധാർഷ്ട്യത്തിൽ ഫാസിസം ഉണ്ടായിരുന്നത് പോലെ, പ്രിട്ടോറിയ ഭരണകൂടത്തിൻ്റെ വർഗീയ ചെന്നാക്കൽ കഴുകുമരത്തിലേറ്റിയ ബെഞ്ചമിൻ മൊളോയിസിൻ്റെ രക്തസാക്ഷിത്വത്തിൽ ഫാസിസത്തിൻ്റെ അംശമുണ്ടായതുപോലെ, അന്ധവിശ്വാസ നിർമ്മാർജ്ജന സമിതിക്ക് വേണ്ടി മഹാരാഷ്ട്രയിൽ പൊരുതി മരിച്ച ദബോൽക്കറിൻ്റെ
ഹിറ്റ്ലറിൻ്റെ ആത്മാവുകൾക്ക് ഫാസിസത്തിൻ്റെ അനുച്ഛേദനങ്ങൾ ഉണ്ടായതുപോലെ ഫാസിസമുണ്ട്. പക്ഷേ ഇവിടെ വിഷയം കേരളത്തിൽ ഫാസിസം കടന്നു വരുമ്പോഴാണ്. അതിന് ഏറ്റവും ശക്തമായ കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം നമ്മൾ നോക്കണം. കേരളത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിട്ടുള്ള പല അവസരങ്ങളുണ്ട്. പത്രത്താളിൽ പ്രതികരണത്തിൻ്റെ കത്തിമുന കരുതിയ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയപ്പോഴും അതിനുശേഷം ഐക്യ കേരള ഗാഥ എഴുതിയ ഉയരും ഞാൻ നാടാകെ പടരും ഞാൻ ഒരു പുത്തൻ ഉയർനാടി നേടിക്കൊണ്ടുണരും ഞാൻ എന്ന് പി ഭാസ്കരൻ മാഷ് വയലാർ ഗർജിക്കുന്നുവിൽ ഐക്യ കേരള ഗാഥ എഴുതിയപ്പോൾ ഭാസ്കരൻ മാഷിനെ മദിരാശിയിലേക്ക് നാട് കടത്തിയ CP രാമസ്വാമി അയ്യർ എന്ന പട്ടരെ പാണ്ടിക്കാട്ടേക്ക് നാസിക ഛേദിച്ച് കേരളത്തിൻ്റെ പുരോഗമന സാംസ്കാരിക ബോധം തിരിച്ചയക്കുകയും ചെയ്തു. അതിശക്തമായ പ്രതികരണം, സ്വാതന്ത്ര്യം എവിടെ ഹനിക്കപ്പെടുന്നു അവിടെ അതിശക്തമായ പ്രതിരോധവും പ്രതിഷേധവും തീർക്കാൻ കരുത്തുള്ള ഒരു സമൂഹം കേരളത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മാധവിക്കുട്ടിയുടെ ചിന്തകൾക്ക് നേരെ, മാധവിക്കുട്ടി എന്ന വ്യക്തിക്ക് നേരെ, അല്ലെങ്കിൽ മാധവിക്കുട്ടി എന്ന സങ്കല്പത്തിന് നേരെ ചൂണ്ടുവിരലുകൾ ഉയർത്തപ്പെടുകയല്ല ചെയ്യുന്നത്. ഇവിടെ കമൽ എന്ന സംവിധായകന് നേരെയാണ് ചൂണ്ടുവിരൽ ഉയർത്തപ്പെടുന്നത്. മാധവിക്കുട്ടി എന്ന വ്യക്തിയുടെ ഫാസിസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളോട് പൂർണ്ണമായും യോജിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം മാധവിക്കുട്ടി തന്നെ ഒരർത്ഥത്തിൽ മറ്റൊരു തലത്തിൽ ഫാസിസത്തിന് വശംവദയായിട്ടുണ്ട്. അതായത് കൃഷ്ണനിൽ നിന്നും അള്ളാഹുവിലേക്കുള്ള പരിവർത്തന വേളയിൽ മാധവിക്കുട്ടിയുടെ സ്വാതന്ത്ര്യം ഇനിമേൽ അനുവദിക്കപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട എന്ന് പറഞ്ഞ മാധവിക്കുട്ടിയുടെ അഭിപ്രായങ്ങളോടൊന്നും സ്വാംശീകരിക്കാൻ കഴിയുന്ന പുരോഗമന ചിന്ത നമുക്കില്ല. എങ്കിൽ പോലും കമൽ എന്ന എഴുത്തുകാരന് നേരെ കമലം എന്ന വാക്കിൻ്റെ അർത്ഥം പ്രതിനിധാനം ചെയ്യുന്ന അധികാരത്തിൻ്റെ ഇടനാഴികൾ സ്വേച്ഛാധിപത്യത്തിൻ്റെ ഖഡ്ഗമുയർത്തുമ്പോൾ അവിടെ കമലിൻ്റെ പ്രകാശനാളങ്ങൾക്ക് തീവ്രത കൂടുകയും അധികാരത്തിൻ്റെ ഇടനാഴികൾ അൽപായുസായി മാറുകയും ചെയ്യുമെന്നുള്ളത് നിസ്സംശയം പറയാം. കാരണം എവിടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നുവോ അവിടെ പോരാടാൻ ജനത തയ്യാറാണ്. ജെസ്സി ഓവൻസ് ഇന്നും ജീവിക്കുന്നതും അഡോൾഫ് ഹിറ്റ്ലർ മരിച്ചതും അതുകൊണ്ടാണ്. ബെനിറ്റോ മുസോളിനി നിഷ്പ്രഭനാക്കപ്പെട്ടതും പിന്നീട് ഇറ്റലിയിൽ തന്നെ നവചിന്തയുടെ ഗ്രാംഷ്യനിസത്തിൻ്റെ സ്ഫോടനങ്ങൾ ഉണ്ടായതും അതുകൊണ്ടാണ്. CP രാമസ്വാമി അയ്യർ മൂക്ക് മുറിച്ച് നാടുകടത്തപ്പെടേണ്ടി വന്നതും ഐക്യ കേരളം പിറന്നതും അതിനുദാഹരണമാണ്. അതുകൊണ്ട് ഈ കമലിന് നേർക്കെതിരെ മാത്രമല്ല, ഇവിടെ വർത്തമാനകാലത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഒരു എഴുത്തുകാരനോട് നിങ്ങൾക്ക് സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടാൻ എന്ത് അവകാശം എന്ന് ചോദിക്കുന്ന വ്യവസ്ഥയിൽ നിൽക്കുന്നു. ആരോട്? MT വാസുദേവൻ നായരോട്. വരിയുടയ്ക്കപ്പെട്ട പുരുഷന്റെ കാമം പോലെ വർത്തമാനകാല ഭാരതീയന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യം വരി നിൽക്കാൻ വിധിക്കപ്പെട്ട് വ്യർത്ഥമാക്കുന്ന ഒരു ഭരണവ്യവസ്ഥയ്ക്കെതിരെ പ്രതികരിച്ചപ്പോഴാണ് MTയോട് നിങ്ങൾക്ക് എന്താ കാര്യം സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടാനെന്ന് ചോദിച്ചത്. ഞാൻ എൻ്റെ ഈ പ്രാരംഭവാദങ്ങൾ അവസാനിപ്പിക്കുന്നത് ഒരൊറ്റ ചോദ്യം എല്ലാവരുടെയും ചിന്തയ്ക്കും ചർച്ചയ്ക്കും വേണ്ടി വെച്ചുകൊണ്ടാണ്. ആമിയും ആവിഷ്കാരവും എന്നുള്ള ഈ ദിവസത്തെ ഈ സംവാദത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത്, ഞാൻ ഈ പറഞ്ഞ ഹിറ്റ്ലറിൻ്റെ ആയാലും മുസോളിനിയുടേതായാലും ശ്രീലങ്കയിലെ മഹിന്ദ രാജപക്ഷയുടേതായാലും നമ്മുടെ വർത്തമാനകാല ഭാരതത്തിലെ ആയാലും ഈ ഫാസിസങ്ങളുടെ എല്ലാം ആരംഭം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അറിയാനും അഭ്യസിക്കാനുമുള്ള ആഗ്രഹത്തിനെ, ആ സ്വാതന്ത്ര്യത്തിനെ ചോദ്യം ചെയ്തതിൻ്റെ ആദ്യത്തെ ഉദാഹരണം ആരംഭിക്കുന്നത് ഭാരതീയത എന്ന കെട്ടുകാഴ്ചയിൽ നിന്നാണ്. അറിവ് നേടാൻ വേദം പഠിക്കാൻ ശ്രമിച്ച ശംഭൂകൻ എന്ന മനുഷ്യനെ ശൂദ്രനായ ഒരൊറ്റ കാരണം കൊണ്ട് ഗളച്ഛേദം നടത്തിയ ശ്രീരാമനിൽ ആരംഭിക്കുന്നു ചരിത്രത്തിലെ പുരാണത്തിലെ ആദ്യത്തെ ഫാസിസം. പെരുവിരൽ ഗുരുദക്ഷിണയായി നിഷാദനായ ഒരൊറ്റ കാരണം കൊണ്ട് ഏകലവ്യനോട് മുറിച്ചാവശ്യപ്പെട്ട ദ്രോണരിൽ ആരംഭിക്കുന്നു വർഗപരമായ ഫാസിസം. അപ്പം മതപരം മാത്രമല്ല, വർഗപരവും പണപരവും നിറപരവും ഗുണപരവും എന്തിന് മണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരെ ഫാസിസം കൽപ്പിക്കുന്ന കർച്ചീഫിൻ്റെ ആകൃതി വരെ ഇന്ന രൂപത്തിലായിരിക്കണമെന്ന് നിർബന്ധിക്കുന്ന ഭരണകൂടങ്ങൾ, മൊണാർക്കുകൾ ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് ആരംഭം കുറിച്ചത് ഭാരതീയത എന്ന കെട്ടുകാഴ്ചയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ഭാർഗവരാമനോടാണ്. ഈ സാംസ്കാരിക ഫാഷിസം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് GS പ്രദീപ് പറയുന്നത്. എന്താ അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? പറഞ്ഞതിൽ നിരവധി കാര്യങ്ങൾ ശരിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്, എനിക്കും സ്വീകാര്യമായിട്ടുള്ള വിഷയമുണ്ട്. വേഴാച്ചേരി സാറ് പറഞ്ഞ പോലെ ആനോ ഭദ്രോ കൃതവോ ഹിന്ദുവിശ്വത, എല്ലായിടത്തും നല്ല നല്ല ആശയങ്ങൾ വരട്ടെ എന്ന് തന്നെയാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇവിടെയുള്ള മുന്നിൽ നിൽക്കുന്ന വിഷയം അതുമായിട്ട് ചേർത്ത് വായിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വിചാരത്തിന് വിധേയമാക്കേണ്ടത്. ഇവിടെ മുസോളിനി തൊട്ട് ശംഭൂകൻ തൊട്ട് കേരളത്തിൻ്റെ സമകാലീന പശ്ചാത്തലം വരെ ചർച്ച ചെയ്യും. ഭാരതം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് നടപടി അടിയന്തരാവസ്ഥയുടെ നടപടിയല്ലേ? അടിയന്തരാവസ്ഥയ്ക്ക് ഉപരിയായിട്ട് ഭാരതം അത്ര ക്രൂരമായിട്ടുള്ള ഒരു ഫാസിസ്റ്റ് നടപടി ഇതുവരെ കണ്ടിട്ടുണ്ട്. അത് പോകട്ടെ,
അതിനുശേഷം നിരവധി ഫാസിസ്റ്റ് നടപടികൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നാണ്. തസ്ലീം അനസറിൻ്റെ പുസ്തകം നിരോധിച്ച് പശ്ചിമ ബംഗാൾ ഗവൺമെൻറ്റാണ്, ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ്. ഇത് ഇപ്പോഴും കേരളത്തിലെ ഒരു സിനിമ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്, സെൻസർ ബോർഡിന് അംഗീകാരമില്ലാതെ കിടക്കുന്നുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പോഴും ഉണ്ട്. ഇതിലൊക്കെ എന്താ പ്രതികരിക്കാത്തത്? മാതൃഭൂമി പത്രം ഓടി നടന്ന് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക. മലപ്പുറം എഡിഷനിൽ എന്തോ ഒരു വാർത്ത വന്നു മുഹമ്മദ് നബിയെക്കുറിച്ച് എന്നതുകൊണ്ട്. ഭാഷാഭൂഷണി ഓടി നടന്ന് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിലൊന്നും പ്രതികരിക്കാത്ത ആൾക്കാർ, വളരെ സെലക്റ്റീവ് മാത്രമായിട്ട് പ്രതികരിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ പറയുന്നതിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അത് എല്ലാവരും സ്വീകരിക്കണം എന്നില്ല. ഞാൻ പറഞ്ഞ പാർട്ടി പൊളിറ്റിക്സ് എന്നുള്ള രീതിയിലുള്ള പൊളിറ്റിക്സ് അല്ല, അതൊരു രാഷ്ട്രീയമുണ്ട്. അത് അവർക്ക് അവതരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന വിഷയങ്ങളിൽ ഇപ്പോൾ സാധാരണയിൽ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പറയാറുണ്ട്, ഒരാളുടെ തന്തയ്ക്ക് വിളിച്ചാൽ അയാൾ അതേ രീതിയിൽ പ്രതികരിക്കും, അല്ലെങ്കിൽ ഒന്ന് അടിക്കും. സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ ശരീരത്തിൽ മാത്രമല്ല എൻ്റെ സ്വത്തും നിലനിൽക്കുന്നു. ശരീരത്തിന് ഉപരിയായിട്ട് എൻ്റെ സംസ്കാരവുമായിട്ട്, എൻ്റെ പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ട്, എൻ്റെ ശീലങ്ങളും എൻ്റെ ആചരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എൻ്റെ സ്വത്തും വിഹരിക്കുന്നുണ്ട്. എൻ്റെ സ്വത്ത് ശരീരത്തിൻ്റെ ഭാഗമാണത്. ശരീരത്തിൽ അടിക്കുമ്പോൾ വേദനിക്കുന്നത് പോലെ തന്നെ വേദനിക്കും അവനവൻ്റെ സ്വത്വത്തിൻ്റെ ഒരു വിശാലമായിട്ടുള്ള ക്യാൻവാസിലേക്കും ഇത്തരത്തിലുള്ള ആഘാതങ്ങൾ ചെലുത്തും. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ആഘാതങ്ങൾ ചെലുത്തുമ്പോൾ തീർച്ചയായിട്ടും പ്രതികരണങ്ങൾ ഉണ്ടാവും. പ്രതികരണത്തിന് ഈ സാംസ്കാരിക നായകന്മാർ എന്ന് അവകാശപ്പെടുന്ന കമാലുദ്ദീൻ അടക്കമുള്ള ആൾക്കാരും വിധേയരാണ്. അവരും അതിന് തയ്യാറാകണം. അല്ല എങ്കിൽ ആഘാതം ഏൽപ്പിക്കാൻ വേണ്ടി പാടില്ലാത്ത രീതിയിൽ നിൽക്കണം. ആഘാതം ഏൽപ്പിച്ചാൽ ഇന്ന് പഴയ മട്ടിലല്ല, എല്ലാവർക്കും പ്രതികരിക്കാനുള്ള വേദികളുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. ഇപ്പോൾ VT ബൽറാംജി വളരെ ശക്തമായിട്ടും കൃത്യമായിട്ടും അദ്ദേഹം പ്രതികരിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ. അദ്ദേഹത്തിന് അതുപോലെ തന്നെ തിരിച്ചും പല ആൾക്കാരും പ്രതികരിക്കാറുണ്ട്. നമ്മൾ ഇത്ര നാളും സംവിധായകൻ കമൽ എന്നാണല്ലോ അഡ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം മുതൽ കമാലുദ്ദീനായി മാറി. അദ്ദേഹത്തിന്റെ പേര് കമാലുദ്ദീൻ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കമാലുദ്ദീൻ ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ കമാലുദ്ദീൻ ഇത് കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് അഴീക്കോട് മാഷ് ഉണ്ടായിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു. ഇപ്പോ അഴീക്കോട് മാഷിന്റെ ഡോക്ടർ SK നായർ എന്ന പണ്ഡിത പ്രവരൻ ഒരു വേദിയിൽ വെച്ച് ഒരു ചില്ല് കൂട്ടി അഴീക്കോടൻ എന്ന് വിളിച്ചു. അപ്പൊ അഴീക്കോടുകാരൻ അഴീക്കോടൻ എന്ന് വിളിച്ചൂടെ എന്ന് അദ്ദേഹത്തിന് പോലുള്ളൊരു തടസ്സാതെ ഉന്നയിക്കാം. അപ്പൊ അഴീക്കോട് മാഷ് തിരിച്ചു പറഞ്ഞു, എന്റെ പേരിൽ ഒരു ചില്ല് കൂട്ടി അഴീക്കോടൻ ആക്കിയ SK നായരുടെ പേരിലെ അവസാനത്തെ ചില്ലായ ആ സൗമനസ്യത്തിൽ ഞാനും ഉപേക്ഷിക്കുന്നുവെന്ന്. അപ്പൊ അതുപോലെ കമൽ തന്നെയാണ്. ആയിക്കോട്ടെ, അത് അങ്ങയുടെ വേർഷൻ, എനിക്ക് എന്റേതായിട്ടുള്ള വേർഷൻ ഉണ്ടല്ലോ. അപ്പൊ അങ്ങയുടെ വേർഷൻ കേൾക്കുന്ന അതേ മാനസിക വിശാലതയോട് കൂടിയിട്ട് എന്റെ വേർഷൻ കേൾക്കാനുള്ള സൗമനസ്യം കാണിക്കണം. ഒരു ആഘാതം തിരിച്ചേൽപ്പിക്കുമ്പോൾ തിരിച്ചും ഒരാഘാതം കിട്ടും എന്നുള്ളത് സാംസ്കാരിക നായകന്മാരും മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇവിടെ പല ആൾക്കാരും പരസ്യമായിട്ട് പ്രതികരിക്കാറുണ്ട്. അത്തരത്തിൽ കിട്ടുന്ന പ്രതികരണങ്ങൾക്കുള്ള ആഘാതം അവരും അതുപോലെ തന്നെ സ്വീകരിക്കാറുണ്ട്. ഇപ്പൊ കേരളത്തിൽ അങ്ങനെയുള്ള സാംസ്കാരികമായിട്ടുള്ള പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഭരണകൂട ഭീകരതയുടെ മുഖങ്ങളൊന്നും ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും ഫേസ്ബുക്കിലും അതുപോലെ വാട്സപ്പിലും ഒക്കെ കമാലുദ്ദീനെതിരായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ സമീപകാലത്ത് ഉണ്ടാകുന്നതിന് ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഫിലിം ഫെസ്റ്റിവൽ നടന്നപ്പോൾ ബോഡിസ്കേപ്സ് എന്ന് പറയുന്ന ഒരു ചിത്രം പ്രദർശിപ്പിച്ചു. ഹനുമാനെ വളരെ വൾഗറായിട്ട് വെറും കാമജീവിയായിട്ട് ചിത്രീകരിക്കുന്ന ഒരു ചിത്രമാണ്. ഇതിനെതിരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രതികരണങ്ങൾ വന്നിട്ടുള്ളതാണ്. ഇവിടെ ഒരു ദിവസം പ്രദർശിപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് ഈ ഞാനടക്കമുള്ള ആൾക്കാർ അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ സോഴ്സിലും ബന്ധപ്പെട്ട് അത് എനിക്ക് കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള ഹിന്ദു സംഘടനകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വളരെ ധാർഷ്ട്യത്തോടു കൂടിയിട്ട് പിന്നെയും അത് ആവർത്തിച്ച് കാണിക്കാനുള്ള വിശാലതയാണ് കാണിച്ചത്. അതേസമയം ഗോഡ് ഓഫ് മെസ്സഞ്ചർ സമാനമാണ്, നബിയെ കുറിച്ചുള്ളതാണെന്ന് പറയും, നബി അപകീർത്തിപ്പെടുത്തുമെന്നൊക്കെയാണ് പറയുന്നത്. ആ സിനിമയുടെ കാര്യം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ വിശാല മനസ്സിനെ കുറിച്ചോ വാചാലനമൊന്നും കണ്ടിട്ടില്ല. അത് പ്രദർശിപ്പിക്കാനുള്ള വിശാല മനസ്സ് അദ്ദേഹം കാണിച്ചിട്ടില്ല. അപ്പോൾ വളരെ സെലക്റ്റീവായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ആരെങ്കിലും ചൂഴ്ന്ന് നോക്കിയാൽ, ഇപ്പോൾ ഞാൻ ഇട്ടു എന്നല്ല, ആരെങ്കിലും ചൂഴ്ന്നിറങ്ങി നോക്കിയാൽ അത് നമുക്ക് എങ്ങനെ തെറ്റു പറയാൻ വേണ്ടി പറ്റും? ഈ സമൂഹത്തിൽ നടക്കുന്നതിൽ അവർ പ്രതികരിക്കുന്ന പോലെ തിരിച്ചും പ്രതികരിക്കുന്നു. ഇന്ന് സമൂഹ മാധ്യമം എന്ന് പറയുന്ന എല്ലാവരുടെയും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു നിമിഷം ഞാൻ വളരെ ആദരവോടുകൂടി, എനിക്ക് ഇപ്പോഴും അദ്ദേഹത്തിനുള്ള സംശയം തീർന്നിട്ടില്ല. അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം ഇതുള്ളൂ. അദ്ദേഹം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം അനുശീലിക്കുന്ന രീതികളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ വിനയത്തോടെയാണ് ചോദിക്കുന്നത്.
മതാചാര പ്രകാരം പല നാമധേയങ്ങളിൽ അറിയപ്പെടുന്ന ഗുരുസ്ഥാനീയരായി കൽപ്പിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ അടക്കമുള്ള വ്യക്തികളുടെ അഡ്രസ് പ്രൂഫിലുള്ള, അതുമല്ല എങ്കിൽ സ്കൂൾ മേൽവിലാസത്തിലുള്ള പേരുകൾ ഉപയോഗിച്ച് അവരെയെല്ലാം സംബോധന ചെയ്ത് തുടങ്ങുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിനെ പോലുള്ളവർക്ക് തീർത്തും ദഹിക്കുന്ന ഒന്നായിരിക്കുമോ? ഇപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ യഥാർത്ഥ പേര്, ഒറിജിനൽ നെയിം, അദ്ദേഹത്തിന്റെ സ്കൂൾ ഐഡന്റിറ്റിയിലെ പേരിലല്ല അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മൗലികമായ അടയാളപ്പെടുത്തലിന് ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ പേരാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ആ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതിനു പകരം നാളെ മുതൽ നമ്മൾ വിവേകാനന്ദനെ നരേന്ദ്രൻ എന്ന് മാത്രം വിളിക്കുകയും ശ്രീരാമകൃഷ്ണ പരമഹംസരെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം വിളിക്കുകയും സത്യാനന്ദ സരസ്വതി സ്വാമികൾ അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം വിളിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നത് പോലുള്ള ഒരു പ്രവണതയാണ് കമാലുദ്ദീൻ എന്നുള്ള ഈ നിരന്തര പ്രയോഗത്തിലൂടെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹമല്ല ഒരു കാര്യമുള്ളത്, ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശ്രീനാരായണൻ എന്ന് പറഞ്ഞ ഒരാൾ ജനിച്ച് ജീവിച്ച് മരിച്ച സംസ്ഥാനമാണ് കേരളം. ശ്രീനാരായണന്റെ യഥാർത്ഥത്തിലുള്ള പേര് ശ്രീനാരായണൻ എന്ന് തന്നെയാണ്. ചെമ്പഴന്തിയിൽ വയൽവാരം വീട്ടിൽ മാടസ്വാമി മകൻ നാണു, ആ നാണു രണ്ടാം ആശ്രമം, പൂർവാശ്രമം അടിഞ്ഞ് രണ്ടാം ആശ്രമം സ്വീകരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് വയൽവാരം വീട്ടിൽ മാടസ്വാമി മകൻ നാണു എന്ന നാരായണൻ എന്ന് മാത്രമായിരുന്നു. ഒരു പേര് കൊണ്ട് മാത്രം ഒരാളെ മറയ്ക്കാൻ കഴിയുന്നില്ല. എൻ്റെ ഇഷ്ടത്തോടു കൂടിയല്ല എൻ്റെ പേര് ഞാൻ സ്വീകരിച്ചത്. മാതാപിതാക്കളോ മറ്റാളുകളോ ആദ്യം സ്കൂളിൽ ചേർക്കുമ്പോൾ സാറോ ഒക്കെയാണ് പേരിട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് എൻ്റെ പേര് രാമേന്ദ്രൻ എന്നുള്ളത് മാറ്റണമെന്ന് ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് ഹാജര് പുസ്തകത്തിൽ അങ്ങനെ ആയിപ്പോയ ഒരു ദുരന്തത്തിൻ്റെ പേരിൽ ഒരാളെ മാറ്റിയിട്ട് കാര്യമില്ല. പേരല്ല പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസം തന്നെയാണ്. കമലിൻ്റെ സിനിമകൾ ആത്മാർത്ഥമായി കണ്ടിട്ടുള്ളവരാണെങ്കിൽ കമാലുദ്ദീൻ എന്ന അദ്ദേഹത്തെ വിളിക്കാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാവുകയില്ല. MS ഹുസൈൻ അടക്കമുള്ള ആളുകൾ ഭാരതത്തിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഒരു വിദേശ രാജ്യത്ത് പോയി കിടന്ന് വെള്ളമിറങ്ങാതെ മരിക്കേണ്ടി വന്നത് സഹിഷ്ണുതയില്ലായ്മയുടെ ഏറ്റവും വലിയ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സന്യാസി എന്തുകൊണ്ടാണ് രണ്ടാമതൊരു പേര് സ്വീകരിക്കുന്നത്? ഭൂതകാലം മുഴുവൻ മറന്ന് ജീവിക്കണം ആളുകൾ എന്നതുകൊണ്ട് തന്നെയാണ്. അതിൽ നിന്നും വിപരീതമായിട്ടാണ് ശ്രീനാരായണൻ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ, ഭാരതത്തിൻ്റെ തന്നെ പ്രതീകമായത്. നരേന്ദ്രൻ എന്നയാൾ പോലും വിവേകത്താൽ ആനന്ദം നേടിയവനെന്നാണ് ആ പേരിൻ്റെ അർത്ഥം. ആ വിവേകത്താൽ ആനന്ദം നേടിയ ഒരാളാണ് പറഞ്ഞത്, വിശപ്പാണ് ഏറ്റവും വലിയ പ്രശ്നം, വിശക്കുന്നവൻ്റെ മുൻപിൽ ഈശ്വരൻ പോലും ഭക്ഷണമായി അവതരിപ്പിക്കും എന്ന് വളരെ കൃത്യമായി ഇന്ത്യയെ ഉത്ബോധിപ്പിച്ചു. നിങ്ങൾ ഇറച്ചി തിന്നുന്ന യുവാക്കളാവണം എന്ന് പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാനുള്ള കരുത്തുണ്ടാവണം എന്നാണ് പറഞ്ഞത്. ഒരു പേരിനെ ചൊല്ലി ഇത്രയേറെ കോലാഹലം ഉണ്ടാക്കുമ്പോൾ മാധവിക്കുട്ടിയുടെ ജീവിതകഥ എടുക്കുകയായിരുന്നെങ്കിൽ പ്രശ്നമായിരുന്നില്ല. കമലാ സുറയ്യയുടെ ജീവിതം എടുക്കുന്നു എന്ന് വന്നപ്പോഴാണ് പ്രശ്നമായത്. അങ്ങനെ വരുമ്പോൾ മതപരിവർത്തനം ബോധമല്ലാതെയും മത്സരിച്ചും നടത്തിയ ഒരു രാജ്യമാണിത്. എല്ലാ മതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചോര ചൊരിഞ്ഞിട്ടുമുണ്ട്. അത് മറക്കണം എന്നാണ് സാംസ്കാരിക പ്രവർത്തകൻ പറയുന്നത്. അവൻ്റെ ധർമ്മവും അത് തന്നെയാണ്. ആയുധമെടുക്ക് എന്ന് പറയുന്നത് ശരിയായ ഒരു രീതിയല്ല എന്ന് ഞാൻ പറയുന്നു. ഓരോ ദിവസവും ഓരോ തവണയും ഞങ്ങൾ എല്ലാവരും, അത് ഏഴാശ്ശേരി സാറായാലും വിനോദായാലും ഇവിടെ ഒപ്പമുള്ള ധന്യായാലും ബൽറാമായാലും ഒക്കെ അമേരിക്കയുമായി താരതമ്യം ചെയ്ത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച്, ഭാരതീയ പൗരന്റെ സ്വാതന്ത്ര്യ അവകാശത്തെക്കുറിച്ച് ഒരുപാട് ഉച്ചത്തിൽ സംസാരിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഗിമിക്സ് എന്ന അവതാരകൻ ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ പ്രവർത്തനങ്ങൾക്കെതിരെ, കറുത്ത വർഗ്ഗക്കാരനെതിരെയുള്ള പകുതി അപ്പാർത്തൈഡ് കലർന്ന നയങ്ങൾക്കെതിരെ ഓസ്കാർ അവാർഡ് എന്ന ചലച്ചിത്ര ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപന വേദിയിൽ ശക്തമായി പരാമർശിച്ചപ്പോൾ ഒരു ഭാരതീയൻ എന്നുള്ള രീതിയിൽ അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചോർത്ത് അസൂയപ്പെട്ടു ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ, ഒരു ചിന്തിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ. ആ സ്വാതന്ത്ര്യം പോലും നിഹനിക്കപ്പെടുന്നു ഭാരതത്തിൽ ചലച്ചിത്ര പ്രവർത്തകർക്ക് എന്ന് പറയുന്നതിലാണ് ഖേദം. ഇനി വിനോദ് വൈശാഖിയിലേക്ക് പോകാം. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി, ഈ വിഷയത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആമി എന്ന പേര് അത് മാധവിക്കുട്ടിയുടെ തന്നെയാണ് എന്നങ്ങ് പ്രതിഷ്ഠിച്ച് വയ്ക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എല്ലായിടവുമുള്ള സ്ത്രീകളുടെ പ്രതീകമാണ് ആമി. അത് സിനിമാ തിയേറ്ററിനകത്തുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സ്ഥലത്തുണ്ട്, കോളേജ് ക്യാമ്പസിനകത്തുണ്ട്. അതായത് ആമിമാർ. ഈ ആമി ഒരുപാട് വിവേചനത്തിന് വിധേയമായ ഒരു വ്യക്തിയാണ്.
പക്ഷെ നമ്മൾ മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ വായിക്കുമ്പോൾ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന സമയത്ത് കൂടെയുള്ളവർ പറഞ്ഞു, ഞങ്ങൾക്ക് നിറം കൂടുതലാണ്, ഞങ്ങളിപ്പം വലിയ ആളുകളാണ്, നിറം കൂടുതലാണ്, ആമി നീ കറുത്തുപോയല്ലോ, അതുകൊണ്ട് കൂടുതൽ അണിഞ്ഞൊരുങ്ങി ഞാൻ സുന്ദരിയാണ് എന്ന് തൻ്റെ സ്വത്വം ആ രീതിയിൽ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിച്ച ഒരു മനസ്സുകൂടെയാണ് ആമി എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. പക്ഷെ ഈ ആമിമാർ പല കാലത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ സ്വാമി പറഞ്ഞതുപോലെയല്ല ഈ ചർച്ച കൊണ്ടുപോകേണ്ടത്. ആമിമാർ പല കാലത്തും ഉണ്ടായിട്ടുണ്ട്. 1928 ശ്രീനാരായണ ഗുരുദേവൻ സമാധിയാകുന്നത്. പക്ഷെ 1928 മുമ്പ് അദ്ദേഹം ജനങ്ങളെ കാണിച്ചു കൊടുത്തത് ക്ഷേത്രം പ്രതിഷ്ഠിച്ച്, അല്ലെങ്കിൽ ഒരു അരുവിപ്പുറത്ത് നിന്നൊരു കല്ലെടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇത് ഞാൻ ആവിഷ്കരിക്കുകയാണ്, ഈ കല്ലിനെ, ഈ സമൂഹത്തിന് വേണ്ടി ഈ കല്ലിനെ ഞാൻ ആവിഷ്കരിക്കുകയാണ്, ഇതാണ് കീഴാളന്റെ ദൈവം, അല്ലെങ്കിൽ ഇത് ജാതി ഇല്ലാത്തവന്റെ ദൈവമാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ച ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. പക്ഷെ ഈ 1928 ശ്രീനാരായണ ഗുരുദേവൻ സമാധി ആയതിനു ശേഷം ആ കാലത്ത് ഒരു സിനിമ വന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനടുത്തുള്ള ക്യാപിറ്റോൾ തിയേറ്ററിൽ ഒരു സിനിമ വന്നു. വലിയ ആവിഷ്കാരമാണ് വിഗതകുമാരൻ. ആ വിഗതകുമാരൻ റിലീസ് ചെയ്തത് 98 അന്ന് ആ സിനിമ പ്രദർശിപ്പിക്കുവാൻ വേണ്ടി മുൻകൈ എടുത്ത് നിന്ന ആളാരാ? അത് സിനിമ തുടക്കം അല്ലെങ്കിൽ ഉദ്ഘാടനം നടത്താൻ നിന്ന ആളാരാ? സാക്ഷാൽ മള്ളൂർ ഗോവിന്ദപിള്ള. സിനിമ തുടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ PK റോസി വന്നു രംഗത്തേക്ക്. മള്ളൂർ ഗോവിന്ദപിള്ള എന്താ പറഞ്ഞത്? ഡാനിയലെ നിർത്തടാ നിന്റെ സിനിമ, ഡാനിയലെ നിർത്തടാ നിന്റെ സിനിമ. നായർ യുവതിയായ സരോജിനിയുടെ വേഷം അവതരിപ്പിക്കാൻ ഒരു പെലയ്ക്ക് പറ്റുമോ? നിർത്തടാ നിന്റെ സിനിമ. സിനിമ നിന്നു. നേരത്തെ ഏഴാച്ചേരി സാറ് സിനിമ തിയേറ്റർ കത്തുന്ന കാര്യം പറഞ്ഞല്ലോ. ക്യാപിറ്റോൾ തിയേറ്റർ കത്തി. PK റോസിയെ പിന്നെ ആരും കണ്ടില്ല. മലയാളത്തിന്റെ ഇഷ്ടനായിക നഷ്ടനായികയായി മാറി. റോസി പിന്നെ ഒരു വൈക്കോ ലോറിയിലൊക്കെ കയറി എങ്ങോട്ടോ പോയി എന്ന് ചരിത്രം പറയുന്നു. ഇനി ആമി വരുമ്പോ ആമി ഒരു ലോറി കയറി പോരുത്, ഇത് കേരളമാണ്, ഇവിടെ പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. കാരണം വ്യത്യസ്ത ഭക്ഷണം. ഈ PK റോസിയും സിനിമയിലേക്ക് വീണ്ടും അവരുടെ കഥയും കൊണ്ടുവന്നത് കമലാണല്ലോ കൊണ്ടുവന്നത്. PK റോസിയെ വീണ്ടും കമൽ കൊണ്ടുവരല്ലേ അല്ലേ? ഈ മള്ളൂർ ഗോവിന്ദപിള്ള അപ്പാറാവു സംസ്കാരമുള്ള ആളാണ്. മള്ളൂർ ഗോവിന്ദപിള്ള നിർത്തടാ ഡാനിയല്ല നിന്റെ സിനിമ എന്ന് പറഞ്ഞതുപോലെ പലരും പറഞ്ഞിട്ടുണ്ട്. ഹൈദരാബാദ് സർവകലാശാല കമൽ കമാലുദ്ദീൻ ആയതുകൊണ്ട് കൊണ്ടുവന്നത് PK റോസിയാണല്ലോ, PK ഖദീജ അല്ലല്ലോ. അതെ, PK റോസിയാണ് കൊണ്ടുവന്നത്. അത് മനസ്സിലാക്കണ്ടേ? ആ ഒരു ഈ ആവിഷ്കാരത്തിന്റെ ചരിത്രങ്ങളെ മറന്നുപോയല്ലേ? രോഹിത് വെമുല സിനിമ പ്രദർശിപ്പിക്കുന്ന ആളാ. ഒരു ക്യാമ്പസിനകത്തെ സ്ത്രീകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇയാൾ പ്രദർശിപ്പിക്കുന്നു, ഇയാൾ സത്യം പറയുന്നു, ഇയാൾ ദളിത് വിഷയത്തിൽ ഇടപെടുന്നു എന്നതുകൊണ്ട് അപ്പാറാവു ഹൈദരാബാദ് സർവകലാശാലയിൽ VC എന്ത് പറഞ്ഞു? നിർത്തട നിന്റെ പ്രവർത്തനം, നിർത്തട നിന്റെ പ്രവർത്തനം. ആ രോഹിത് വെമുല നമ്മുടെ സമൂഹത്തിൽ നിന്ന് മറഞ്ഞുപോയി. ഒരു കത്തെഴുതി വെച്ചിട്ട് അയാൾ മറഞ്ഞുപോയി. ഇനി നമ്മൾ സെല്ലുലോയിഡ് കണ്ടവരാ. അതിന് തുടർച്ചയായി ഇപ്പോൾ നമ്മൾ കമലിന്റെ സിനിമ കാണാൻ പോകുന്നു. ഗദ്ദാമ കണ്ടവരാ. ഗദ്ദാമ കണ്ട ആരെങ്കിലും വിറയ്ക്കാതിരുന്നിട്ടുണ്ടോ? ആ സിനിമ കണ്ടിട്ട് ആ സിനിമ നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ചിന്ത എന്താണ്? ഒരു സ്ത്രീ, അവളുടെ സ്വത്വം, അവൾ എങ്ങനെ ഗൾഫിൽ ജീവിക്കുന്നു, നാട്ടിൽ ഭർത്താവിനാൽ വെറുക്കപ്പെട്ട് എങ്ങനെ ജീവിക്കുന്നു, ഇങ്ങനെയുള്ള ചിന്തകൾ നൽകിയ ഒരു സംവിധായകനായ കമലിനെ ഇദ്ദേഹം പറയുന്നു കമാലുദ്ദീൻ എന്ന് വിളിക്കാമെന്ന അല്ലെ? ഇദ്ദേഹം പറയുന്നു കമാലുദ്ദീൻ എന്ന് വിളിക്കാമെന്ന. ഈ കേരളത്തിലെ ഇതൊരു കേരളമല്ലേ? ഈ കേരളത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ പാടെ വെട്ടിക്കളയുന്ന ചിന്തകൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടരുത്. അത് ഏത് സ്വാമിയായാലും ഏത് സന്യാസി ആയാലും. വിവേകാനന്ദ സ്വാമികളുടെ പേര് നരേന്ദ്രൻ എന്നാ. നരേന്ദ്രൻ, അച്ഛനും അമ്മയുടെ പേര്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് മതം സമുന്നതമായ വിവേകം എന്നാണ്. ചിക്കാഗോയിൽ പ്രസംഗിച്ചതാ. മതവികാരം എന്നൊന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവര് പറയണം, ഇതുപോലുള്ള സന്യാസിമാർ പറയണം, ഞങ്ങൾക്കൊന്നും മതവികാരമില്ല. മതവികാരമുള്ളവരെ കമൽ എന്ന് ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഒരു പേരിനെ കമാലുദ്ദീൻ എന്ന് നമ്മൾ ഇതുപോലുള്ള വേദിയിൽ വന്ന് പറയാൻ ധൈര്യപ്പെടുകയുള്ളൂ അല്ലേ? ധൈര്യപ്പെടുകയുള്ളൂ. ഞാൻ ഉന്നയിക്കുന്ന ആ വിഷയമാണ്. അതുകൊണ്ട് ആമി എന്ന് പറയുന്നത് വരും, ആമി വരും. മഞ്ജു വാര്യർ പറഞ്ഞ എന്താ? ഞാൻ ആമിയായി വരും, എന്നെ തടുക്കാൻ പലപ്പോഴും നോക്കും. ഞാൻ ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു, ഞാൻ അഭിനയിക്കും. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ലേ, എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്റെ അഭിനയത്തിലൂടെ ഞാൻ ഈ സമൂഹത്തിൽ നൽകുന്നത് ജനപക്ഷത്തിന്റെ സംസ്കാരവും രാഷ്ട്രീയമായിരിക്കും എന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത്. അതുകൊണ്ട് ഇനി മഞ്ജു വാര്യറെ മഞ്ജുദീൻ എന്ന് വിളിക്കരുത്, മനസ്സിലായില്ലേ? ഇനി മഞ്ജു വാര്യർ നാളെ എഴുതാം, ഇതാ വന്നിരിക്കുന്നു കമലുദ്ദീന്റെ സിനിമയിലൂടെ മഞ്ജുദീൻ എന്ന് പറയരുത്. അതുകൊണ്ട് ഇത്തരം ചർച്ചകളിൽ ആവിഷ്കാരം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നിർത്തടാ ഡാനിയലെ നിന്റെ സിനിമ എന്ന് പറഞ്ഞ ആ സിനിമ അന്ന് നിന്നെങ്കിൽ പിന്നെ കമലിലൂടെ ആ ചിത്രം വീണ്ടും വന്നില്ലേ? സെല്ലുലോയിഡ് വീണ്ടും വന്നില്ലേ? അതാണ്
കേരളത്തിന്റെ ചലച്ചിത്ര സംസ്കാരം ഒരിക്കലും ഫാസിസത്തിന് വിജയം ഉണ്ടായിട്ടില്ല. അന്ത്യമായിട്ട് നൃത്തട ഡാനിയൽ നാടാരെ നിന്റെ സിനിമ എന്ന് മള്ളൂർ പറഞ്ഞു. അതുകൂടെ കയറ്റി. സിനിമ ഇപ്പോഴും ജീവിക്കുന്നു. മള്ളൂർ ഗോവിന്ദപിള്ള എന്നേ മനസ്സുകളിൽ ഫാസിസത്തിന്റെ ഇത്തരം പ്രതികരണങ്ങൾ ഒരിക്കലും സ്വാതന്ത്ര്യ വാഞ്ച തടയപ്പെട്ടിട്ടില്ല. ഒരച്ഛൻ ഒരു മകനെ കുറിച്ച് ഒരിക്കൽ ചോദിച്ചു, ആരാണ് എന്റെ കുഞ്ഞിനെ പെരുമഴയത്ത് നിർത്തിയിരിക്കുന്നതെന്ന്. അച്ഛന്റെ പേര് ഈശ്വര വാര്യരെന്നും മകന്റെ പേര് രാജനെന്നുമാണ്. ഇന്ന് പെരുമഴക്കാലത്തിന്റെ സംവിധായകനെ പെരുമഴയത്ത് നിർത്താൻ ഒരു ഫാസിസ്റ്റ് ശക്തിക്കും കഴിയാത്ത രീതിയിൽ സംഘടിതമായ സുചിന്തിതമായ സാംസ്കാരിക ചിന്തയും യുവത്വവും കേരളത്തിന്റെ നഭസിലും മനസ്സിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു പരാജയ ഭീതിയോ ഫാസിസത്തിന്റെ മുന്നിലുള്ള ആശങ്കകളോ ഇല്ല. ഫാസിസത്തിനേക്കാൾ കൂടുതൽ എനിക്ക് ആശങ്ക ഇത്തരം ഫാസിസ്റ്റ് പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഇത്രത്തോളം ഉച്ചത്തിൽ ഇവിടെ നമ്മളെല്ലാവരും സംസാരിക്കുമ്പോഴും അധികാരം കൽപ്പിച്ചു നൽകിയെന്ന അല്പഭക്ഷണം ഭുജിച്ച് സ്വന്തം തീൻമുറികളിൽ തനിച്ചിരുന്ന് ആഹരിക്കുന്നവരുടെ നിസ്സംഗമായ നിശബ്ദതകളുണ്ടല്ലോ, അതാണ് ഫാസിസത്തിനേക്കാൾ കൂടുതൽ അറപ്പിക്കുന്നതും ആത്മഹത്യാപരവും. അതുകൂടി സൂചിപ്പിക്കാതെ ആമി എന്ന് പറയുന്നത് ഒരു സ്ത്രീകളുടെ ഒരു പ്രതിരോധത്തിന്റെ ഭാഷയാണ്. ആമി എന്ന് പറയുന്നത് പുന്നയൂർക്കുളത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ പ്രകൃതി അനുഭവിക്കുമ്പോൾ നാലാപാട്ടിന്റെ ആ തറവാടിന്റെ സംസ്കാരം ഉൾക്കൊള്ളുമ്പോൾ തന്റെ ഭാഷയെ, നിന്റെ ഭാഷ ഇവിടെ വേണ്ട, നിന്റെ ഒരു പൂച്ചയ്ക്ക് പോലും ആ നാലാപ്പാട്ട് എന്ന് പറയുന്ന തറവാടി എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ ഒരു സ്വാതന്ത്ര്യമില്ലാതെ ആമി അവിടെ ആ ഇരുട്ടിൽ താമസിക്കുകയും തന്റെ ഭാഷയ്ക്ക് വിലങ്ങിടുകയും ചെയ്യുമ്പോൾ തനിക്കൊരു സ്വത്വമുണ്ടെന്നും അത് ഈ സമൂഹത്തിൽ എഴുതി പ്രകടിപ്പിക്കാൻ ഇംഗ്ലീഷ് എങ്കിൽ ഇംഗ്ലീഷ്, മലയാളത്തിൽ കഥയെങ്കിൽ മലയാളത്തിലെ കഥ, എല്ലാ സ്വാതന്ത്ര്യത്തോടും ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് ഉപയോഗിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ നിൽക്കുകയാണ് മാധവിക്കുട്ടി. ഈ മതം മാറിയപ്പോൾ പറഞ്ഞെന്താ, ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പാഴ്വസ്തുവായി കിടക്കാൻ എനിക്ക് കഴിയില്ല. ഒരു ഇതുപോലത്തെ സ്വാമി കാവ്യവസ്തു ധരിച്ചാണ് ഇരിക്കുന്നത്. മാധവിക്കുട്ടിയുടെ കവിതയുണ്ട്. ഒരു ദിവസം ഒരു മെലിഞ്ഞ കാവ്യക്കാരൻ എന്നെ കാണാൻ എന്റെ അടുത്തെത്തി. ഒരു മെലിഞ്ഞ കാവ്യക്കാരൻ, താടിക്കാരൻ എന്നല്ല, മെലിഞ്ഞ കാവ്യക്കാരൻ എന്നെ കാണാനെത്തി. അയാൾ എന്നോട് ചോദിച്ചു, നീ ഇപ്പോൾ തീരുമാനിക്കണം, നിന്നെ കൊണ്ടുപോയി വലിച്ചിടച്ച് 6 അടി മണ്ണിൽ കുഴിച്ചു മൂടണോ, അതോ നിന്നെ കത്തിച്ചു കളയണോ? ഇതാണ്, നിന്നെ കത്തിച്ചു കളയണോ. മാധവിക്കുട്ടി മതം മാറും എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഇവരുടെയൊക്കെ വലിയ ഈ ഒരു സമൂഹത്തിലെ സംഘപരിവാർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു വിഷയത്തിനെ എടുത്തുകൊണ്ട് ആമി അല്ലെങ്കിൽ മാധവിക്കുട്ടി പ്രതികരിക്കുകയാണ്, കമല സുരയ്യ പ്രതികരിക്കുകയാണ്. നിന്നെ എന്ത് ചെയ്യണം, ഇപ്പോൾ തീരുമാനിക്കണം. അയാൾ പറഞ്ഞു നിർത്തുകയാണ്, അവസാനത്തെ വിൽപത്രം പോലെ പ്രധാനമാണത്, നിന്നെ കുഴിച്ചു മൂടണോ അതോ കത്തിക്കണോ എന്ന്. ധന്യരാമൻ, ഇവിടെയുള്ള ബ്രാഹ്മണിക്കൽ കൺസെപ്റ്റിനെ എപ്പോഴെങ്കിലും ചോദ്യം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ആരംഭിക്കും. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 2011 ആരക്ഷൺ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. ജാതി വ്യവസ്ഥയെയും സംവരണ രാഷ്ട്രീയത്തെയും ജാതി രാഷ്ട്രീയത്തെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ആ സിനിമയിൽ അഭിനയിച്ചത് അമിതാഭ് ബച്ചനും ദീപിക പദുക്കോണും സെയ്ഫ് അലി ഖാനെ പോലെയൊക്കെ ഉള്ളവരായിരുന്നു. അപ്പോൾ ആ സിനിമ തന്നെ പ്രദർശിപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഈ എഴുത്ത്, കല, സിനിമ, ഇതൊക്കെ സാമൂഹിക പരിവർത്തന പ്രക്രിയയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചില സമൂഹത്തിലെ ധാർഷ്ട്യത്തെ നമ്മൾ ഈ സിനിമയിലൂടെ, ഈ എഴുത്തിലൂടെ, കലയിലൂടെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഭയമുണ്ട്. ആ ഭയത്തുനിന്ന് ഉടലെടുക്കുന്നതാണ് ഇത്തരം സിനിമകളെ നിരോധിക്കാൻ അല്ലെങ്കിൽ അത് വേദികളിലേക്ക് വരാൻ പറ്റാതാക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഇപ്പോൾ തെലുഗു സംവിധായകനുണ്ട്, ഏനുമുല പ്രേംരാജ്. അദ്ദേഹം തെലുഗു സിനിമയ്ക്ക് കോടികൾ വാരിക്കൊടുത്ത സംവിധായകനാണ്. അദ്ദേഹം സംവരണത്തെ പറ്റി എടുത്ത ശരണം ഗച്ഛാമി എന്നൊരു സിനിമ ഇന്നും 2017 പോലും അദ്ദേഹം വീണ്ടും അത് പ്രദർശിപ്പിക്കാനായി സെൻസർ ബോർഡിന്റെ മുമ്പിലേക്ക് എത്തിച്ചപ്പോൾ സംവരണം എന്ന വിഷയത്തെ പറ്റി ഉള്ള സിനിമ ആയതുകൊണ്ട് അത് പ്രദർശിപ്പിക്കാൻ ഇന്നേ വരെ അവസരം ലഭിച്ചിട്ടില്ല. ഇവിടുത്തെ തന്നെ ഇന്ത്യയിലെ മനുഷ്യരുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് ഇനിയും മാറേണ്ടതുണ്ട്. അത് മാറാനായി നമ്മൾ ശ്രമിക്കും തോറും ഇവിടുത്തെ മറ്റൊരു ശക്തി ഇതിനെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ടേയിരിക്കുന്നു. അത് ഏത് രൂപത്തിലായാലും അതാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ എപ്പോഴും എതിർത്തുകൊണ്ടേയിരിക്കുന്ന ഒരു ബ്രാഹ്മണിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ സംസാരിച്ച ആശയം അല്ലെങ്കിൽ അവർ ഉദ്ദേശശുദ്ധി ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. പക്ഷെ അവരുടെ വാദത്തിൽ ഒരു ഇന്റേണൽ ആയിട്ട് തന്നെ ഒരു ചെറിയ വൈരുദ്ധ്യമുണ്ട്, ചെറിയ അപകടമുണ്ട്. കാരണം കമൽ ഏത് തരത്തിലാണ് അറിയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കമലിന്റെ തെരഞ്ഞെടുപ്പാണ്. പക്ഷേ കമലിനെ കമാലുദ്ദീൻ എന്ന് വിളിക്കുന്നത് ഒരു അപമാനകരമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് പൊതുസമൂഹം കാണേണ്ടതായിട്ടില്ല.
വിളിക്കുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ലക്ഷ്യമുണ്ട്. ആ സ്വത്വത്തെ ഹൈലൈറ്റ് ചെയ്ത് ആ സ്വത്വത്തെ ആക്രമിക്കുക എന്നുള്ളതാണ് വിളിക്കുന്ന ആളുകളുടെ ലക്ഷ്യം. പക്ഷേ കമലായാലും കമാലുദ്ദീൻ ആയാലും അവർക്ക് രണ്ടുപേർക്കും ഒരേ അവകാശമാണ് ഉള്ളത് എന്നുള്ളതായിരിക്കണം പൊതുസമൂഹത്തിന്റെ സ്റ്റാൻഡ് അക്കാര്യത്തിൽ. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അയാളുടെ മുസ്ലിം ഐഡന്റിറ്റി എന്നുള്ളത് ആക്രമിക്കപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള അധമബോധത്തിലേക്ക് സമൂഹം പോകേണ്ട കാര്യമില്ല. കമലായാലും കമാലുദ്ദീൻ ആയാലും അദ്ദേഹത്തിന് സിനിമ എടുക്കാനുള്ള അവകാശമുണ്ട്. കമലായാലും കമാലുദ്ദീൻ ആയാലും അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഡൊമൈൻ നിശ്ചയിക്കുന്നത് അദ്ദേഹത്തിന്റെ മതപരമായിട്ടുള്ള ഐഡന്റിറ്റി അല്ല എന്നുള്ള സെക്യുലർ സ്റ്റാൻഡാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. അല്ലാത്തത് വരുമ്പോ ഇതൊരു ഈ വിളി എന്ന് പറയുന്നത് ഒരു എന്താ പറയാ മാറ്റി നിർത്താനുള്ള വിളിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതാണ്. ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടു. എത്ര വളരെ പച്ചയ്ക്കാണ് ഇദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം സ്വന്തം ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ സ്വത്വത്തെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ ക്യാൻവാസിൽ അദ്ദേഹം തന്നെ സങ്കല്പിക്കുകയാണ്. എന്നിട്ട് അതിനെതിരായിട്ടുള്ള ഒരു അതിക്രമമോ അല്ലെങ്കിൽ അതിനെ ആരെങ്കിലും സ്പർശിച്ചാൽ അവരെ മുഴുവൻ കായികമായിട്ട് കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് സ്ഥാപിക്കുകയാണ്. അത് ഒരു ആധുനിക സമൂഹത്തിൽ അങ്ങനെയൊന്നും ഇല്ല. ഇവർ പറയുന്നത് പോലെ ഇവർക്ക് അപരിമിതമായിട്ടുള്ള അധികാരമൊന്നുമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് നിർവചിക്കാൻ ഇവിടെ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുശാസിക്കുന്ന അധികാരം മാത്രമേ പൗരൻ എന്നുള്ള നിലയിൽ നമുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ രീതിയിൽ ഞങ്ങളുടെ വിശ്വാസത്തെ തൊട്ടാൽ ഞങ്ങൾ എതിർക്കും, ഞങ്ങൾ കായികമായിട്ട് കൈകാര്യം ചെയ്യും, അതിന് തിരിച്ചടികൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ക്യാൻവാസ് വളരെ വലുതായിട്ട് വിശാലമായിട്ട് വരച്ചാൽ അത് മറ്റുള്ളവരുടെ അധികാരങ്ങളിലേക്ക് അവകാശങ്ങളിലേക്കുള്ള കൈകടത്തലായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഭരണഘടന പരിമിതപ്പെടുത്തുന്ന അധികാരങ്ങളാണ് ഇവർക്കായാലും ആർക്കായാലും ഉള്ളൂ. ആ അധികാരങ്ങൾ കകത്ത് നിന്നുകൊണ്ടുള്ള ഒരു പ്രിവിലേജ് മാത്രമേ ഇവർക്ക് അവകാശപ്പെടാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, അതിനെതിരായിട്ട് ആര് സിനിമ എടുത്താലും ആര് അഭിപ്രായം പറഞ്ഞാലും അതിനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറയുന്ന ഭീഷണി ഇന്ത്യൻ ജനാധിപത്യത്തിന് വകവെച്ചു കൊടുക്കാൻ പറ്റില്ല. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്താണ് ഇത്ര നേരം കേട്ടിരുന്നിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തോന്നുന്നത്? ഇവിടെ എല്ലാവരും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ ആർക്കും നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാവരും ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ സിനിമയെക്കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു വിവാദമായിട്ടുള്ള ഒരു സിനിമ ഇറക്കുന്നത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറക്കുന്നത്. അതിനകത്ത് ആ പടത്തിൻ്റെ കച്ചവട മനോഭാവം പരാജയപ്പെട്ടു പോകാതെ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കിക്കൊണ്ട് അത് ഇതിൻ്റെ നിർമ്മാതാവും സംവിധായകരും ഒക്കെ ചേർന്നുകൊണ്ട് അതിനകത്തൊരു വിവാദം ഉണ്ടാക്കുകയാണ്. ആ വിവാദം തിയേറ്ററിലെത്തി പടം പരാജയപ്പെട്ടു പോയാൽ ആ വിവാദത്തെ കുറച്ച് ആൾക്കാരെ ഇളക്കി വിട്ട് ആ പടം വിജയിപ്പിക്കുക എന്നുള്ള ഒരു മനോഭാവമാണ്, ഒരു രീതിയാണ് ഇത് കേരളത്തിലെ ചില സംവിധായകരുടെ ഭാഗത്തു നിന്ന്. ഞാൻ ചോദിക്കുന്നത്, ചില പടങ്ങളിലെ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അതെല്ലാം മനഃപൂർവ്വം അതിനകത്ത് തിരികെ കയറ്റി ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ്. മുന്നേ ഉള്ള സിനിമകളെടുത്ത് പരിശോധിച്ചാൽ അറിയാം. പിന്നെ ഇവിടെ കമാലുദ്ദീനും കമലും പറഞ്ഞു. അദ്ദേഹത്തിന് ഈ രണ്ടു പേരും സ്നേഹത്തോടു കൂടി ആൾക്കാർ വിളിക്കുന്നതാ. അതിനെ ഇത്രയും വിവാദമാക്കേണ്ട കാര്യം അല്ല. കമലും കമാലുദ്ദീനും അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഇട്ടുകൊടുത്ത പേരാണ് കമാലുദ്ദീൻ. അദ്ദേഹത്തിന്റെ ചിലപ്പോ പിന്നെ സഹോദരിക്ക് കമാലുദ്ദീനെ വിളിക്കാൻ പറ്റും, കമലെന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പോയി അവിടെ പ്രശ്നം ഉണ്ടാക്കണോ? അവിടെ വിവാദം ഉണ്ടാക്കണോ? അപ്പൊ അതിനൊരു വിവാദമാക്കാം. എന്താണ് കമാലുദ്ദീൻ കമലുമായിട്ടുള്ള ഇഷ്യൂ? എന്താണ്? ദേശീയ ഗാനം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അതിൽ സംസാരിച്ചവർ. കമാലുദ്ദീൻ എന്ന് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞപ്പം കമാലുദ്ദീൻ എന്ന് പറയാൻ പാടില്ല, കമൽ എന്ന് പറയണമെന്ന് അതൊരു പിന്നെ ഹൈലൈറ്റ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പറയുന്നവർക്ക് ഒരു രീതി ഉണ്ടാക്കുവാനുള്ള സംവിധാനം. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഞങ്ങൾ ഇവിടെ എതിർത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ളൊരു ഗായകൻ ഗുലാം അലി ഇവിടെ പാടാൻ വേണ്ടി വന്നു. ഞങ്ങള് ശിവസേനയ്ക്ക് പിന്നെ കലയോടൊന്നും ഒരു എതിർപ്പുമില്ല, ഒരിക്കലും ഞങ്ങളൊക്കെ കണ്ടിട്ടുമില്ല. പക്ഷേ ഞങ്ങൾ എതിർത്തത് അന്ന് പട്ടാൻകോട്ടിൽ ഉണ്ടായിട്ടുള്ള തീവ്രവാദി ആക്രമണ സമയത്ത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു ജവാൻ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ചിത എരിഞ്ഞു തീർന്നില്ല. അതിന് മുന്നായിട്ടാണ് ഈ ഗുലാം അലിയെ ഇവിടെ കൊണ്ടുവന്ന് പാട്ടുപാടി ആസ്വദിച്ച് ഇതാണ് പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, അന്ന് അതിനെ എതിർത്തെന്താണ്? ആ പാകിസ്ഥാൻ നിന്നും ഈ പട്ടാളക്കാരന്റെ പിന്നെ ചിത കത്തി എരിഞ്ഞിട്ട് തീർന്നിട്ടില്ല. അവരുടെ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ള, നമ്മുടെ രാജ്യത്തിനുണ്ടായിട്ടുള്ള നഷ്ടം അതല്ല ഇവർക്കൊന്നും വേണ്ടത്. അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് പാടി ആ പാട്ട്, അത് പാകിസ്ഥാൻ ഗായകന്റെ പാട്ട് തന്നെ
അന്ന് ആസ്വദിക്കണം. അതിനെതിരായിട്ടാണ് അതിനെതിരായിട്ടാണ്. അങ്ങനെ ഒരു ഗായകനുണ്ടോ? ഗസൽ ഗായകൻ എന്ന് കേട്ടിട്ടുണ്ട്. കർണാടക നേരത്തെ ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഹുസൈന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് ആരും ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞില്ല. ഇവിടുത്തെ ഗവൺമെന്റിന് അതിനുള്ള അദ്ദേഹത്തിനോട് താമസിക്കാനുള്ള സംവിധാനം ചെയ്തുകൂടെ? ഞാൻ ചോദിച്ചൂടെ, അദ്ദേഹത്തിന് പുറത്തു പോയി ജീവിക്കണമെന്ന് തോന്നിയാൽ ഒരു കലാകാരൻ ജീവിക്കേണ്ട ഒരാളല്ല. ഒരു കലാകാരന് ജീവിക്കാൻ കഴിയാത്ത ചുറ്റുപാടുകൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് പ്രശ്നം. ഒരു കലാകാരനെ എതിർത്താൽ അങ്ങ് എതിർക്കുന്നവരൊപ്പം നിൽക്കുന്നതാണോ? അല്ലല്ലോ. ഇന്ത്യ വിട്ട് പോകാൻ പറഞ്ഞ ഉടനെ അങ്ങ് പറഞ്ഞുവിടാനായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ ജനാധിപത്യ രാജ്യത്ത് എല്ലാ സംവിധാനങ്ങളില്ലേ? അതെ, ജനാധിപത്യം പാടാൻ അനുവദിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ പാടിപ്പിച്ചില്ലേ? അല്ലല്ല, ജനാധിപത്യ രാജ്യം എന്ന് പറയുകയും ചെയ്യുന്നു, അതേ സമയത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നു. റോട്ടിലിറങ്ങി ചുംബന സമരം നടത്തിയാണ് ആവിഷ്കാര റോട്ടിലിറങ്ങി നിന്ന് തെറ്റായ ഒരു സന്ദേശം കൊടുത്തുകൊണ്ട് ചുംബന സമരം നടത്തിയ വിധികർത്താക്കൾ